1967 തലശ്ശേരിയിലെ KSUവിൻ്റെ താലൂക്ക് യൂണിയൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തുടങ്ങി പിന്നീട് വടക്കൻ കേരളത്തിൽ കോൺഗ്രസിന് വേരുറപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച് ഒടുവിൽ കലുഷിതമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ KPCCയുടെ അധ്യക്ഷ പദവിയിൽ തുടരുന്ന ശ്രീ K. സുധാകരൻ MP എന്നോടൊപ്പം അതിഥിയായി ചേരുന്നു. നമസ്കാരം. നമസ്തേ. അങ്ങ് ജിമ്മിൽ പോകാറുണ്ടോ ഇപ്പോൾ? ജിമ്മിൽ മാത്രമല്ല, ഞാനൊരു ചെറിയ കുട്ടിപ്രായത്തിൽ കളരിയിൽ നിന്ന് തുടങ്ങി ഞാനത് ഇന്നും ജിമ്മിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു 2 മാസം മറ്റും കുറച്ച് ബാക്കോട്ട് പോയിരുന്നു. അപ്പം ഞാനത് പഴയ പൊസിഷനിലേക്ക് ഞാൻ തിരിച്ചെത്തി. ഇന്നും ജിമ്മ് പങ്കെടുത്തിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണ്. മനസ്സിന് ഒരു കരുത്ത് പകരുന്ന ഒരു പ്രശ്നമാണ് ഈ ആരോഗ്യ സംരക്ഷണം. ഓക്കെ, താങ്കളുടെ ഞാൻ ചോദിക്കാൻ കാരണം താങ്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കിംവദന്തികൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളാണ്, ഓർമ്മയില്ല, ബലമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു, ബലം ക്ഷയിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്, അങ്ങനെ എന്തെങ്കിലും. എൻ്റെ കുട്ടിപ്രായത്തിൽ ഞാനൊരു കഥ വായിച്ചിരുന്നു. ആ കഥ നമ്മളെ നാട്ടിലുള്ള ഒരു പ്രായം ചെന്നൊരു മുസ്ലിമോട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നിങ്ങളെന്താ മരിക്കാത്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കാനായിട്ടില്ല എന്ന്. ഇവൻ പറഞ്ഞു മരിക്കാനായി എന്ന് പറഞ്ഞു, ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷർട്ട് പിടിച്ചൊരു കഥയുണ്ട്. ഈ കഥ അതിൻ്റെ ഭാഗമാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനാണ് അറിയേണ്ടത്, ഞാനാണ് പറയേണ്ടത്. ഞാൻ ഏതെങ്കിലും ഡോക്ടറായി ഈ സമീപത്ത് ഇന്നത്തെ 2-3 മാസത്തിനുള്ളിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, ചികിത്സ അസുഖം ഉണ്ടായിരുന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു, അത് കംപ്ലീറ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2-3 മാസമായി വീണ്ടും എൻ്റെ പഴയ ദിനചര്യ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. BP ആണോ, ഷുഗറാണോ, പ്രഷറാണോ, ഏതാണ്? എനിക്കൊന്നുമില്ല, BP ഇല്ല, ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല. ഈ 3 സാധാരണ മലയാളികൾക്കുള്ള ഒരു പ്രശ്നം ഇതാണ്. അല്ല, എനിക്കതില്ല. ഇല്ല. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഷുഗർ ഉണ്ടാവും. അപ്പോൾ അതല്ലെങ്കിൽ എനിക്ക് ഷുഗറൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വെയിറ്റ് എത്രയാണ് ഭാരം? ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് 87 കിലോ. അതായത് 76-കാരനായ സുധാകരന് 86 കിലോ ഭാരമുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു അംഗത്തിനുള്ള ബാല്യം കൂടെ അവശേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അത് അങ്ങനെ ഞാൻ ജയിക്കുന്നത് എല്ലാവർക്കും ആവും, എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ആവും. എല്ലാവരും അങ്ങനെ ശ്രദ്ധാപൂർവം ആരോഗ്യ സംരക്ഷണം നടത്തിയാൽ എല്ലാ ആളുകൾക്കും അതുപോലെ ജീവിക്കാൻ വേണ്ടി സാധിക്കും. കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഈ ആരോഗ്യ സംരക്ഷണത്തിൽ കുറച്ചധിക പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഏറെ ആളുകളൊന്നും ഈ വ്യായാമത്തിൽ എടുക്കുന്ന ആളുകളില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ 1-2 കളരിയൊക്കെ ഉണ്ട്. ആ കളരിയിലൊക്കെ ചെറിയ കുട്ടികൾ പങ്കെടുക്കുന്നു എന്നല്ലാതെ ഏതാണ്ട് ഒരു മിതമായ ചെറുപ്പക്കാർ ഒരു യുവത്വത്തിൻ്റെ പ്രായത്തിൽ നിന്ന് തുടങ്ങിയ അത്തരം ആളുകളെ ഒന്നും ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. വളരെ കുറവേ ആളുള്ളൂ അത്രയും. ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. താങ്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് വിജയിച്ചതിന് പിന്നാലെ താങ്കൾക്ക് KPCC അധ്യക്ഷ പദവിയിലേക്ക് അവധിക്ക് ശേഷം തിരികെ വരാൻ MM ഹസൻ മാറിത്തരാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അത് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഏറ്റവും ഒടുവിൽ ആഴ്ചകൾക്ക് മുമ്പ് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താങ്കൾ മാറുമെന്നൊരു വ്യാപകമായ പ്രചാരണം നടക്കുന്നു. പക്ഷേ പരസ്യ പ്രതികരണത്തിന് നേതാക്കന്മാരാരും തയ്യാറാകുന്നില്ല. ഇതിന് പിന്നിൽ ഒരു സംഘടിതമായ നീക്കമുണ്ടെന്ന് കരുതുന്നു. അതിൻ്റെ അർത്ഥം തന്നെയല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം പറയുന്നതിനും ജനങ്ങൾ അറിയുന്നതിനും എന്താ കുഴപ്പം? ആരും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ആരും കേട്ടില്ല, ആരോടും കേൾക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു അപഖ്യാതി പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ തോന്നുന്നുള്ളൂ. അത് പ്രചരിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം ആർക്കാണ്? കാരണം താങ്കളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് CPM-ൻ്റെയോ BJP-യുടെയോ ഒന്നും ലക്ഷ്യമല്ല. ഒന്നെങ്കിൽ താങ്കൾക്കൊപ്പമുള്ള ചിലർ, അല്ലെങ്കിൽ താങ്കളുടെ എതിർചേരിയുള്ള ചിലർ, അവിടെ നിന്ന് ബോധപൂർവമായൊരു നീക്കം ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവും? അല്ല, അത് എനിക്കൊരു പ്രശ്നം വെക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആര് എന്ത് ചെയ്താലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്യാത്ത ഒരു വിഷയമാണ്. ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ അങ്ങേക്ക് അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിയാൻ കഴിയുമെങ്കിലും ഞങ്ങളെക്കാളേറെ അങ്ങേക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആരാണ്, എന്താണ് അവരുടെ നിലപാടുകളെന്നൊക്കെ. അവരോടുള്ള K. സുധാകരൻ്റെ ഒരു സമീപനം ഇനി അങ്ങനെയായിരിക്കും. എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പറ്റുമോ? ഇല്ല.
കാരണം സാമൂഹിക ജീവിതത്തിൻ്റെ അകത്ത് പരസ്പര സ്നേഹവും പരസ്പര പിന്നെ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ മാറ്റി പറയേണ്ടുന്നത് മാറ്റി വെക്കേണ്ടി വരും, മറച്ചു പറയേണ്ടത് മറച്ചു പറയേണ്ടി വരും. അത് സ്വാഭാവികമാണ്, നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇടതു നേതാവും കൂടിയായ ജോൺ പിഡാസ് MP ഒരു പൊതുവേദിയിൽ വെച്ച് അങ്ങയെക്കുറിച്ച് പറഞ്ഞു, അങ്ങൊരു ശുദ്ധനായ മനസ്സിൻ്റെ ഉടമയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പുറത്തു വരികയും ചെയ്യുന്നു. ഒരുപക്ഷേ ഈ അങ്ങയെ കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ട് നയിക്കുന്ന പ്രസ്താവനകൾ അത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെ ഉള്ളിലുള്ളത് അങ്ങനെ തുറന്നു പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. തുറന്നു പറയുന്നത് കൊണ്ട് ആവണമെന്നില്ല, ഉള്ള കാര്യം യാഥാർത്ഥ്യം. ഞാൻ യാഥാർത്ഥ്യം പറയുന്നതിനോട് യോജിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇന്നലത്തെ പത്രത്തിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു കാണും ശശീന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഈ പിന്നെ വയനാട്ടിലെ കാട്ടുമൃഗങ്ങൾ ഞാൻ എൻ്റെ കാലത്ത് കാട്ടുമൃഗങ്ങളെ ഞാൻ നിയന്ത്രിക്കാൻ നോക്കിയതും അത് പൊളിഞ്ഞു പോയതുമായ കഥ പുള്ളി പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പുള്ളി പറഞ്ഞു അത് സുധാകരൻ അത്രയും സത്യസന്ധമായി പറഞ്ഞത് നന്നായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം മറച്ചു വെക്കുന്നത്? എന്ത് കാര്യത്തിനാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യം പൊക്കിയെടുക്കുന്നത്? എനിക്കതിനോട് യോജിപ്പില്ല. ഞാൻ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി യാഥാർത്ഥ്യമായി പ്രശ്നങ്ങളെ വിലയിരുത്താനും ആളുകളെടുക്കെ ഡിസ്കസ് ചെയ്യാനും മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. അതെൻ്റെ ഒരു ജീവിത ശൈലിയാണ്. കുട്ടിപ്രായത്തിലേ അങ്ങനെയാണ്. അച്ഛനും അമ്മയും കുട്ടിപ്രായത്തിൽ വടിയെടുത്ത് അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോഴും ഞാൻ പറയാറുണ്ട്, അച്ഛനോട് ചിരിച്ചുകൊണ്ടും പറഞ്ഞിരിക്കാറുണ്ട്, ഞാൻ അങ്ങനെ പറയൂ എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്കിപ്പോഴും അത് ബോധ്യം ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൻ്റെ അകത്ത്. അത് ഈ ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കളടക്കം അങ്ങയുടെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യം സുധാകരൻ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. യെസ്, അത് എവിടെങ്കിലും പാർട്ടിയെ വെട്ടിലാക്കിയെന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. ആക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുമില്ലല്ലോ. എൻ്റെ പാർട്ടിയെ ഞാൻ വെട്ടിലാക്കിയിട്ട് ഞാൻ സത്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അഭിമാനിക്കാനുള്ള വിവരക്കേടൊന്നും എനിക്കില്ല. ആ വിവരക്കേട് ഞാൻ കാണിക്കില്ല. എൻ്റെ പാർട്ടി തന്നെ. എൻ്റെ പാർട്ടിയുടെ താല്പര്യങ്ങൾ അത് എൻ്റെ താല്പര്യങ്ങളാണ്. ആ താല്പര്യത്തിന് സംരക്ഷണം പകരുക എന്നുള്ളത് എൻ്റെ ഒരു ലൈഫ് എംബിഷനാണ്. അത് അതുപോലെ ഞാൻ കൊണ്ടുപോകും. ഈ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് ഈ സമീപകാലത്ത് ഇങ്ങനെ പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടുന്നുവെന്ന് താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസ്താവനകൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്ന സാഹചര്യം. അപ്പോൾ ഈ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ഉപദേശിക്കുകയോ അങ്ങനെ തോന്നുകയോ ചെയ്തിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ പലപ്പോഴും ഈ തെറ്റായ രീതിയിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം തെറ്റായ രീതിയിൽ അത് പിന്നെ കൊണ്ടുപോകുന്ന മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്ത് കിട്ടി അതുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നിരവധി വലിയ പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഇങ്ങനെ എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടിയെന്ന് നിങ്ങൾക്ക്, ഞാൻ ചെറിയ കുട്ടിപ്രായം മുതൽ നിങ്ങളുടെ പത്രം ചെറുകയിലെടുത്ത് നടക്കുന്ന ഒരാളാണ്. എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പലതും ലഭിച്ചോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി കാലത്ത് അങ്ങയോടൊപ്പം നിന്നത്, അങ്ങേക്ക് കരുത്ത് പകർന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആൻ്റണിയാണ് എന്ന സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പിൻബലം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു കരുത്ത്. AK ആൻ്റണിയും വയലാർ രവിയും ഇരുവരും ഉണ്ടായിരുന്നു. ഓക്കെ. എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ വളരെ സ്വാധീനമുള്ള ഒരാളാണ് വയലാർ രവി. പിന്നെ AK അങ്ങനെ ഇടപെടുള്ളൂ എന്ന് നമുക്കറിയാലോ. AKയുടെ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് പുള്ളി ഒന്നിനും പോകില്ല. പുള്ളിക്ക് നേരെ ശരിയും തോന്നുന്നിടത്തൊക്കെ മാത്രമേ പുള്ളി നിൽക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് പോകും. പക്ഷേ ആ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് താങ്കളുമായി ഒരു വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കും. വളരെ ഭംഗിയായിട്ട് വർഷങ്ങളായിട്ട് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടാണ് ഞാനിപ്പോൾ കയറി വരുന്നത്. ഓക്കെ. രാഹുൽ ഗാന്ധിയുമായിട്ടാണോ പ്രിയങ്ക ഗാന്ധിയുമായിട്ടാണോ അങ്ങേക്ക് കൂടുതൽ ആത്മബന്ധം? എൻ്റെ കണ്ണ് വിരൽ ചൂണ്ടിയിട്ട് നിങ്ങളുടെ ഇടത്തെ കണ്ണാണോ നിങ്ങൾക്ക് ഇഷ്ടം, വലത്തെ കണ്ണാണോ ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ശ്രമിച്ചു. എൻ്റെ 2 കണ്ണുകളാണത്. എൻ്റെ 2 കണ്ണുകളാണ്. രണ്ടുപേരും ഒരുപോലെയാണ്? എനിക്കൊരുപോലെയാണ്. തീർച്ചയായിട്ടും. ഈ പുനഃസംഘടനാ നടപടികൾ ഇങ്ങനെ അനിശ്ചിതമായി വൈകാനിടയായ സാഹചര്യം എന്താണ്? അങ്ങനെ ഏറെ വൈകിട്ടൊന്നുമില്ല. സത്യത്തിൽ നമ്മൾ വളരെ നേരത്തെയാണ്. ഇപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോയ പിന്നെ തിരുവനന്തപുരത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് ബൂത്ത് തല കമ്മിറ്റികളുടെ യോഗമാണെന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. പാർട്ടി അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല ഇതുവരെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഉള്ള സംഘടനാ മെക്കാനിസം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമുക്ക് 400-450 ബൂത്തുകളുള്ള സ്ഥലത്ത് ഏതാണ്ട് 400-410 ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി, ബൂത്ത് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു, അതിന് ബ്ലോക്ക് ഭാരവാഹികൾക്ക് ചാർജ് കൊടുത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളും ബ്ലോക്കുകളുമാണ് കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷം. വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ആവുകയാണ്. ആ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ അവിടെ കണ്ടത്. ഇവിടുത്തെ തിരുവനന്തപുരത്ത് കണ്ടത്. എല്ലാ ജില്ലയിലും ഇത് നടക്കുന്നുണ്ട്.
ആ ജില്ലയിലെല്ലാം മണ്ഡലം കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി എല്ലാം നമ്മൾ കംപ്ലീറ്റായി ക്ലിയർ ചെയ്യാണ്. ബൂത്ത് കമ്മിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത് 11 നാളെ കമ്മിറ്റി എടുത്തിട്ട് അങ്ങ് വിട്ടേക്കും. ഇത് പ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം 11 അംഗ കമ്മിറ്റി എടുത്തു, കമ്മിറ്റി ഭാരവാഹി എടുത്തു. ആ കമ്മിറ്റിയെ സൂപ്പർവൈസ് ചെയ്യാൻ ആ ബൂത്ത് തന്നെയുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന 2-3 ആളുകൾക്ക് ചാർജും കൊടുത്താണ് നമ്മൾ പോകുന്നത്. ഈ പുനഃസംഘടന അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയാൽ ആ കാരണം പറഞ്ഞ് അങ്ങേ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നതായി ഒരാളും അത് വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ്. ഈ CPM-മായി നേർക്കുനേർ ഏറ്റുമുട്ടൽ നടക്കുന്ന കണ്ണൂരിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന മാടായി പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ, ഏറ്റവും ഒടുവിൽ പയ്യന്നൂരിലടക്കം പിൻവാതിലിലൂടെ CPM ബന്ധമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം താഴെത്തട്ടിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം, KPCC അന്വേഷണത്തിന് ഉപസമിതിയെ വെക്കുന്ന പശ്ചാത്തലം, ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയായിരിക്കും അങ്ങ്? അത് അന്വേഷണ കമ്മീഷനിൽ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ്റെ റിപ്പോർട്ട് 2 ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ റിപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ നടപടി സ്വീകരിക്കും. കാരണം കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടാക്കിയെടുത്ത് അത് പാർട്ടി പ്രവർത്തകന്മാർക്ക് വിരുദ്ധമായി വിനിയോഗിക്കുന്ന ആളുകളെ പാർട്ടിക്ക് ഗുണകരമല്ല. അവരെ ഒരിക്കലും നമുക്ക് പാർട്ടിക്കകത്ത് വെക്കാനും സൂക്ഷിക്കാനും കഴിയില്ല. അത് പാർട്ടിക്ക് അപകടമേ വരുള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. ഒരു തർക്കവും വേണ്ട. 2 തവണ തുടർച്ചയായി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നതിന് ശേഷമാണ് 2026 അഭിമാനപരമായ അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിന് UDF വീണ്ടും തെരഞ്ഞെടുപ്പിനെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ നിർണായകമായ പോരാട്ടത്തിൽ നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ K. സുധാകരനുണ്ടാകുമോ? ശരിക്കും എൻ്റെ മനസ്സിൻ്റെ അകത്ത് അങ്ങനെ ഒരു ആഗ്രഹമില്ല. കാരണം ഞാനിപ്പോൾ MP ആണ്, എക്സിസ്റ്റിംഗ് MP ആണ്. MP ഒരു അസംബ്ലിയിലേക്ക് മത്സരിക്കണം എന്നത് എനിക്ക് എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ തോന്നിച്ചില്ല. പാർട്ടി ആവശ്യപ്പെട്ട് കമ്പൽസറിയായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് ആലോചിക്കും, അത്രയേ ഉള്ളൂ. അതായത് അങ്ങേക്ക് MP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വീണ്ടും പാർലമെൻറ്റിൽ മത്സരിക്കുന്നതിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല, നിയമസഭയിലേക്ക് എത്താനാണ് ആഗ്രഹം എന്ന തരത്തിലൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു. പിന്നീട് പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് താങ്കൾ മത്സരിക്കേണ്ടി വന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്, നിയമസഭയിൽ താങ്കൾക്ക് ഇനിയും വരണം എന്നൊരു മനസ്സിലെ ആഗ്രഹം അങ്ങനെ ശേഷിക്കുന്നുണ്ട്? ഇല്ല, മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം അങ്ങനെയൊന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വലിയ സ്ഥാനം തന്നിട്ടുണ്ട് പാർട്ടി. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് എനിക്ക് മറ്റതിനോട് വലിയ ചാട്ടമൊന്നുമില്ല. ഓക്കെ, ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് അവസരത്തിലും അനവസരത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ അഭിപ്രായ സമന്വയത്തിലൂടെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തിയേ മതിയാകും. അത് ആരാകണമെന്ന് അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്? അല്ല, അതങ്ങനെ ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ ഇന്നിപ്പം പറയുന്നത് ശരിയല്ല. ഇതൊരു യഥാർത്ഥ ടൈമല്ല, പറയേണ്ട ഒരു സമയമല്ല. അതിൻ്റെ സമയമാകുമ്പോൾ ഞാനത് പറയും. രമേശ് ചെന്നിത്തലയും VD സതീശനും രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷ സർക്കാരിനെതിരെ വ്യാപകമായ കടന്നാക്രമണം നടത്തിയ 2 പ്രതിപക്ഷ നേതാക്കന്മാരാണ്. ഇവരിൽ K. സുധാകരന് ഏറ്റവും താല്പര്യം ആരോടാണ്? എനിക്ക് 2 പേരോടും തുല്യ താല്പര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ജോയിൻ്റായ ഫൈറ്റാണ് നമുക്ക് അനിവാര്യത. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോപ്പിച്ച് പിന്നാമ്പുറത്തിരുത്തണമെങ്കിൽ ഒരുമിച്ചുള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആവശ്യം. ആ ആവശ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരു മനസ്സായി പോകണം, നമുക്ക് സാധിക്കണം. അതെൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പതിറ്റാണ്ടുകളായി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഏതെങ്കിലും ഒരു ഗുണം മാതൃകയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അങ്ങ് കണ്ടെത്തുന്ന ഒരു ഗുണം എന്ത്? നിശ്ചയമായും ഉണ്ട്. ഇത്ര കുടുംബസ്നേഹിയായ ഒരു അച്ഛൻ വേറെ ആളില്ല രാഷ്ട്രീയത്തിൽ. അവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കുന്നത് അദ്ദേഹം. ഡോളറും സ്വർണവും കോടികളും കറൻസിയും എല്ലാം വാരിക്കോരി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു വിമർശനം കൂടി കടന്നിട്ടുണ്ട്. എന്താ വിമർശനം? അങ്ങ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങുകയാണ്, അതിനപ്പുറത്തേക്ക് ജനങ്ങളോടൊരു പ്രതിബദ്ധത ഇല്ല എന്നൊരു. അല്ല, അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പുറത്തോട്ട് എന്താ ചെയ്തത്? 8 വർഷമായി എന്താ ചെയ്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹം പിന്നെയും തുടർച്ചയായി എങ്ങനെ
ഈ കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും സർക്കാരിനെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കാൻ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം കൂടി അത് മറ്റു എല്ലാ ഘടകകക്ഷികളും എല്ലാ ആളുകളും അവരുടെ നിലനിൽപ്പിൻ്റെ പേരിൽ അവർ വർക്ക് ചെയ്ത് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പിന്നെ പാർട്ടി പ്രവർത്തകന്മാരുണ്ടാവുമല്ലോ സ്വാഭാവികമായി. ഇനിയിപ്പം മുഖ്യമന്ത്രി മോശക്കാരനാണെങ്കിലും എൻ്റെ പാർട്ടി ഇന്ത്യ കേരളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായിരിക്കുമല്ലോ എല്ലാ പാർട്ടിക്കും അതാ പാർട്ടീൻ്റെ പ്രവർത്തകന്മാർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഞാനീ പറഞ്ഞതിനകത്ത് ഞാൻ 100% ഉറച്ചു നിൽക്കുകയാണ്. ഇത്രയും ഒരു വഴിവിട്ട് ഭരണം നടത്തി പണമുണ്ടാക്കി ആ പണം മുഴുവൻ സ്വന്തം വീടുകളിൽ മക്കൾക്കും ഭാര്യയ്ക്കും മാത്രം നീക്കി വെച്ച ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്. കുടുംബത്തോട് ഇത്ര സ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രിയോട് ബഹുമാനം വേണ്ടേ? ആ ബഹുമാനം എനിക്കുണ്ട്. മധ്യ കേരളത്തിലെയോ വടക്കൻ കേരളത്തിലെയോ ഒന്നും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയോ തെക്കൻ കേരളത്തിലെയോ ഒന്നും രാഷ്ട്രീയ സാഹചര്യമല്ല വടക്കോട്ട് മലബാറിലേക്ക് എത്തുമ്പോൾ. അവിടെ അല്പമെങ്കിലും അങ്ങേക്കൊരു ഇഴയെടുപ്പമുള്ള ഒരു ഇടത് നേതാവ് ആരെങ്കിലും ഉണ്ടോ? ഇടത് നേതാക്കളൊക്കെ ഉണ്ട്. പിന്നെ കൊള്ളാവുന്ന ആളുകളൊക്കെ പിന്നെ പല നേതാക്കന്മാരായിട്ട് ഞാൻ ബന്ധമുണ്ട്. പേര് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടും. എനിക്ക് വേണ്ടിയല്ല. അദ്ദേഹം എൻ്റെ ഒരു ഇഷ്ടക്കാരനാണെന്ന് പറഞ്ഞാൽ പാർട്ടി അയാളെ ഒറ്റപ്പെടുത്തി. ഒരു സിംഗുലറാണ്, ഏകനാമമാണോ? ഒന്നല്ല, 2, 3 ഒക്കെ ഉണ്ട്. ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയുണ്ട്. ഓക്കെ, അതിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഒരു കോട്ടവും തട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ പാർട്ടി പ്രവർത്തകർ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളിലും അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ട മറ്റ് സംഘടനകളിലുമൊക്കെ ഈ കേസിൽ പ്രതികളാകുന്നവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിലുള്ളവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. പക്ഷേ താങ്കൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം വിവാദമായ പല കേസുകളിലും KSU പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ താങ്കൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾ അങ്ങനെ ഒരു ശൈലി ഈ വിമർശനങ്ങൾക്കിടയിലും തുടർന്നു കൊണ്ടുപോകാനുള്ള ഞാൻ എൻ്റെ അണികളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നേതാവ്? ഞാൻ എന്ത് KPCC പ്രസിഡന്റ്? എൻ്റെ പാർട്ടി അണികളെ പരസ്യമായി ക്രൂരമായി മർദ്ദിച്ച് വെട്ടിയും കുത്തിയും ആശുപത്രി കിടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്. ഈ സമീപ ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പലയിടത്തും പ്രത്യേകിച്ച് തൃശ്ശൂരിലടക്കം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പോലും തൃശ്ശൂരിലെ വിഷയം ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ TU രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ജോസ് വള്ളൂരിനെയും വിളിച്ച് നേരിട്ട് പോയി കുട്ടികളെ കണ്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം, പോലീസിനെ കാണണം, ആ ചികിത്സ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ. അല്ല, അങ്ങനെ പറയുമ്പോഴും ഈ സംഘടിതമായ, അതായത് ഇതൊരു പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക്, കായികമായ ഏറ്റുമുട്ടലിലേക്ക് സംസ്ഥാനത്ത് മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഈ പ്രവർത്തകരെ സംയമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനായിരിക്കുമോ അങ്ങ് നിർബന്ധിക്കുക, അതോ തിരിച്ചടിക്കാനായിരിക്കും? പരമാവധി ആദ്യത്തെ പ്രപ്പോസലായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. അത് സഹിക്കുന്നില്ല എന്ന് കണ്ടെങ്കിൽ പിന്നെ അവരെ പരിരക്ഷിക്കാനൊക്കെ ബാധ്യതയുണ്ട്. അത് പരിരക്ഷിക്കാൻ പറ്റാത്ത മാർഗം എന്താണോ, യുക്തിസഹമായ മാർഗം എന്താണോ ആ മാർഗം ഞാൻ സ്വീകരിക്കും. അവിടെ പ്രതിരോധിക്കുക എന്നൊരു പ്രതിരോധിക്കേണ്ടി വന്നാൽ പ്രതിരോധിക്കും. അത് തന്നെയാണ് നിലപാട്. അത് താഴെ തട്ടിലേക്കും ആ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. നിശ്ചയമായും. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നിന്ന് ഉയരുന്ന ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങളുണ്ട്. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടിയാണ്. അവിടെ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ആരോപണം ഉയരുന്ന പശ്ചാത്തലമുണ്ടായത്. അങ്ങ് കഴിഞ്ഞ ആഴ്ച അവിടെ ആ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ NM വിജയൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ നേതൃത്വത്തിന് കഴിയാതെ പോയി എന്നൊരു വിമർശനം ഒരു വശത്തു നിന്ന് ഉയരുന്നു. അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പാർട്ടി എന്ന നിലക്ക് ആ പ്രശ്നത്തിനകത്ത് പരിഹാരം കാണാൻ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവം, അടിസ്ഥാന ഘടകം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെ അറിയാൻ ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ചിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്, സണ്ണി വക്കീൽ അടക്കം അടങ്ങുന്ന കമ്മിറ്റി. അവർ റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ ഞാനും അവിടുത്തെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനും വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ആ റിപ്പോർട്ടിൻ്റെ അകത്ത് വലിയ ശതമാനം സത്യമാണ് റിപ്പോർട്ട്. അതിനകത്ത് റിപ്പോർട്ടിൻ്റെ നടപടിയെടുക്കും നമ്മളിപ്പോൾ അതിന് ചെയ്യാനുള്ള മാർഗം എന്താണ് ചെയ്യേണ്ടത്? അവരെ കുടുംബത്തെ, നമുക്കതിനകത്ത് റോളൊന്നുമില്ല. പാർട്ടി പ്രവർത്തകന്മാർക്കോ നേതാക്കന്മാർക്കോ ഈ പറയുന്ന ആത്മഹത്യയിൽ ഒരു റോളുമില്ല.
അവർ മറ്റു ചില കാര്യങ്ങളിൽ ഭയപ്പെട്ട് അവർ സ്വയം ചെയ്തതാണ്. അല്ല, അപ്പോൾ നടപടി എന്ന് പറയുന്നത് കുടുംബത്തെ സംരക്ഷിക്കുമെന്ന്. അതെ അതെ, കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും നിൽക്കും. കാരണം അദ്ദേഹം എത്രയോ കാലം 10 വർഷം പഴക്കം ചെന്ന ഒരാളാണ്. കോൺഗ്രസിൻ്റെ നല്ല സജീവ കുടുംബമായിരുന്നു. ഞങ്ങൾ ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ നികത്തി ആ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കും. അല്ല, അത് തീർച്ചയായിട്ടും ധാർമ്മികമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വം. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അവിടെ എടുക്കുന്ന നിലപാട്, നേതൃത്വം അതിനോട് സ്വീകരിക്കുന്ന സമീപനം, അതൊക്കെ വലിയ തരത്തിൽ വിമർശന വിധേയമാവുകയില്ലേ ഈ ആരോപണ വിധേയരായിട്ടുള്ളവർക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടിയും എടുക്കാതിരുന്നത്? അങ്ങനെ ഒരു ആരോപണ വിധേയരാകാൻ മാത്രമുള്ള ഏറെ ആളുകളൊന്നുമില്ല. അതിനകത്ത് ചെറിയ ചെറിയ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളും വാക്ക് തർക്കങ്ങളും മാത്രമേ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുക എന്നത് മാത്രമേ സാധിക്കുള്ളൂ. ഭരണവിരുദ്ധ വികാരം എന്നതിന് അപ്പുറം 2026 UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണപരാജയം. 8 വർഷം ഭരിച്ച പിണറായി വിജയൻ്റെ സ്മാരകം എന്താ കേരളത്തിൽ നിങ്ങൾ പറയൂ? ഒരു കെ കരുണാകരൻ്റെ സ്മാരകമുണ്ട്, AK ആന്റണിയുടെ സ്മാരകമുണ്ട്. നമ്മളെല്ലാ മുഖ്യമന്ത്രിമാരുടെയും സ്മരണ നിലനിർത്തുന്ന വലിയ പ്രൊജക്റ്റുകളും പദ്ധതികളും കേരളത്തിലുടനീളമില്ലേ? പിണറായി വിജയൻ്റെത് ഏതാണുള്ളത്? ഈ CPM-മായി നേർക്കുനേർ കടന്നാക്രമണം നടത്തുന്ന വാക്കുകളിലൂടെയും അല്ലാതെയും നേർക്കുനേർ കടന്നാക്രമണം നടത്തുന്ന കെ സുധാകരൻ പക്ഷേ BJP-യോട് മൃദു സമീപനം കാട്ടുന്നതിന് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന ആരോപണം താങ്കൾ ഈ അധ്യക്ഷ പദവി ഏറ്റപ്പോൾ മുതൽ കേൾക്കേണ്ടി വരുന്നതാണ്. ഇതിലെന്താണ് ഞാൻ കാണിച്ച മൃദു സമീപനം എന്താണെന്ന് തന്നെ ആദ്യം ബോധ്യപ്പെടുത്തുക. BJP-യോട് ഞാൻ കാണിച്ച മൃദു സമീപനം എന്താണ്? ഞാൻ ആരേക്കാളേറെ, ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളേറെ ഞാൻ രാഷ്ട്രീയമായി എതിർക്കുന്നത് BJP-യെയാണ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇങ്ങനെ ഒരു ഭരണം ഇന്ത്യ രാജ്യത്ത് ചരിത്രത്തിൽ ആദ്യമാണ്. നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത ജനാധിപത്യ മതേതരത്വത്തിന് വിരുദ്ധമായി മതേതര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നടത്തി ഭരണം ദുരുപയോഗം ചെയ്തൊരു ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റോടൊന്നും ഇത് ചെയ്യാൻ എന്താ പറയുക, സന്ധി ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല. ഒരിക്കലും ഞാൻ BJP-ക്ക് അനുകൂലമായി എവിടെയെങ്കിലും സംസാരിച്ചിട്ടുമില്ല. ഒരിക്കലും ഞാൻ അവർക്ക് നല്ല വാക്ക് പറഞ്ഞിട്ടുമില്ല, പറയേണ്ടി വന്നിട്ടില്ല, ഒരവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കണ്ടാൽ ചിരിക്കും, അതിനപ്പുറത്തൊരു ലോകിയുമില്ല ആരുമായിട്ടും. അല്ല, അങ്ങ് ഒരു അവസരത്തിൽ നേരത്തെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം. അതായത് ശാഖകൾക്ക് കാവൽ നിൽക്കേണ്ട സാഹചര്യം. അത് നിങ്ങൾ കാണേണ്ടത് RSS-നല്ല ഞാൻ കാവൽ നിൽക്കുന്നത്. പക്ഷേ RSS-ൻ്റെ ശാഖയാണിത്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു മൈതാനാണ്. ആ മൈതാനത്ത് കുറേ കുട്ടികൾ വൈകുന്നേരം വന്നിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നു. ആ ചെയ്യുമ്പോൾ CPM-കാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ CPM-കാർ വന്ന് അടിച്ച് ഓടിക്കുന്നു. ആ ഓടിക്കുന്ന അവരുടെ എതിർപ്പുണ്ടല്ലോ, എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ? CPM-ൻ്റെ ആളുകൾക്ക് ഇത് പരിശീലനം ചെയ്യാമെങ്കിൽ BJP-ക്ക് ചെയ്തുകൂടെ, കോൺഗ്രസിന് ചെയ്തുകൂടെ? അപ്പോൾ അതിൽ നിന്ന് വന്നൊരു ഇതാണ്, അല്ലാതെ CPM-ഓടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. CPM-കാർ ആ കുട്ടികളെ തച്ച് മുട്ടിച്ച് വടി കൊണ്ടടിച്ച് പൊട്ടിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനകത്തൊരു മനസ്സിന് പ്രയാസം. ഞാൻ അപ്പോൾ അതിൻ്റെ ആളുകളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ മുതൽ കളിക്കും, ഞാനിവിടെ എൻ്റെ പിള്ളേരിടാമെന്ന് പറഞ്ഞു. എൻ്റെ പിള്ളേർ അവിടെ നിന്നു ഇട്ടു. ഒരു 1-2 ആഴ്ച ഇട്ടു. അവരങ്ങ് മടങ്ങിപ്പോയി. എല്ലാവരും നമ്മളെ പിള്ളേർ പോയി. അത്ര അല്ലാണ്ട് ഒരിക്കലും അവർക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്തതല്ല. ഞാനിത് റിയാലിറ്റി പറയുന്നു. എനിക്കത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൂടെ? ഞാൻ പറയുന്നില്ലല്ലോ, ഞാൻ സത്യം പറയാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു മനുഷ്യത്വം, ആ കുട്ടികൾ സഹിച്ച പ്രയാസം, ദുരിതം, കഷ്ടപ്പാട്, ആ കഷ്ടപ്പാടിന്നൊരു മോചനം കൊടുത്തതാണ് ആ കുട്ടികൾക്ക്. അല്ലാതെ അതിനകത്ത് RSS-ഓടോ BJP-യോടോ എന്നേരം നിനക്ക് RSS-നെ കുറിച്ച് അറിയുന്നില്ല. എൻ്റെ വയസ്സും പ്രായമല്ല. അതാണ്. സതീശനുമായിട്ടാണോ രമേശ് ചെന്നിത്തലയുമായിട്ടാണോ, ഇവരിൽ ആരുമായിട്ടാണ് രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇൻറ്റിമസി? രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇൻറ്റിമസി തന്നെ. പ്രതിപക്ഷ നേതാവോട് എനിക്ക് പൊളിറ്റിക്കൽ ഇൻറ്റിമസി ഇല്ലാതിരിക്കുമോ? മുൻ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഒക്കെ ആയ രമേശ് ചെന്നിത്തലയുടെ എനിക്കങ്ങനെ അദ്ദേഹത്തോട് ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ് ഏറെയും. ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരസ്യമായി മറനീക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നതാണ് എന്ന് എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? പത്രസമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് വിമർശനങ്ങൾക്ക്, അഭ്യൂഹങ്ങൾക്കൊക്കെ അത് വഴിവെച്ചിരുന്നു. പത്രസമ്മേളനത്തിൻ്റെ അകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനതിന് വിധേയനായിപ്പോയി. ആവശ്യമില്ലായിരുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് സെറ്റിൽ ചെയ്തു. പിന്നെന്താ. തീർച്ചയായിട്ടും
അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ കൂടി മാത്രമാണ് അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. അതായത് ഈ SNDPയുമായും വെള്ളാപ്പള്ളി നടേശനുമായും അങ്ങേക്ക് നേരത്തെ മുതൽ ഒരു ആത്മബന്ധമുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ KPCCയുടെ അധ്യക്ഷ പദവിയിൽ K. സുധാകരൻ തന്നെ തുടരണം എന്ന ഒരു നിലപാടിന് പിന്നിൽ NSSൻ്റെ ഒരു സ്വാധീനം കൂടി ഉണ്ടായിരുന്നു. NSSും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ G. സുകുമാരൻ നായരുമായും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അതേ ആത്മബന്ധം തന്നെ അങ്ങ് കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഇവരോടെല്ലാം ഒരേപോലെ ബന്ധം, നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. സുകുമാരേട്ടനെയും ചേട്ടനെയും കാണാൻ പോകാറുണ്ട്. വെള്ളാപ്പള്ളി ചേട്ടൻ ഇന്നലെ വരെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. പുള്ളിക്ക് സുഖമില്ല, കിടക്കുകയെന്ന്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതുപോലെ നമ്മൾ ബിഷപ്പുമാരെയൊക്കെ ഞാൻ എല്ലാ മിക്കവാറും ബിഷപ്പുമാരെയും ഞാൻ നേരിട്ട് കാണാറുണ്ട്. എനിക്ക് അതിനോടൊക്കെ ബഹുമാനമാണ്, ആദരവാണ്. അവരെയൊക്കെ എന്നും നമ്മളിരുന്ന സമൂഹത്തിൻ്റെ ഒരു വലിയ വിലമതിക്കാനാകാത്ത സ്വത്താണെന്ന് കരുതുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമാണ്. അത് രണ്ടാൾക്ക് മാത്രമല്ല. ഓക്കെ. ഈ മതസംഘടനകളുടെ, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾക്ക് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നും അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അവർ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ. ആ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് അനുഭവത്തിൻ്റെ ഒരുപാട് സമ്പത്തില്ലേ. അത് നമ്മൾ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ സ്വീകരിക്കണ്ടേ? അതെടുക്കും. തെറ്റാണെങ്കിൽ തെറ്റാന്ന് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ പറയും. എൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മുഖത്ത് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ തെറ്റാന്ന് റോങ് എന്ന് ഞാൻ പറയും. ഞാൻ ശരിയാണെങ്കിൽ ശരിയാന്ന് പറയും. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും KPCCയുടെ പുനഃസംഘടനയുമെല്ലാം ഈ കൃത്യമായി സാമുദായിക സംഘടനകളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കിക്കൊണ്ട് തന്നെയായിരിക്കും. നിശ്ചയമായും. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണത്, കീഴ്വഴക്കമാണത്. നമ്മൾ അങ്ങനെ തന്നെ എല്ലാ കാലത്തും എല്ലാവരും ചെയ്യാറ് അങ്ങനെ തന്നെയാണ്, ഞങ്ങളും ചെയ്യാറ് അങ്ങനെ തന്നെയാണ്. വരാൻ പോകുമ്പോഴും ഞങ്ങൾ അത് തന്നെ ചെയ്യാൻ പോകുന്നു. അവസാനമായി ഒരു ചോദ്യം കൂടി. കേരളത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷമായി പിണറായി വിജയൻ എന്ന ഒരു മുഖത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2 തവണ അവർക്ക് രാഷ്ട്രീയമായ ഒരു വലിയ വിജയം ആണ് നേടിക്കൊടുത്തത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന സ്ഥലങ്ങളിൽ പോലും കൃത്യമായി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അവിടെ അവർ ഒരു സിംഗിൾ മുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ട്, അങ്ങനെ ഒരു മുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF തയ്യാറായില്ല എങ്കിൽ UDFന് തിരിച്ചടി ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുമുണ്ട്. അവിടെ അങ്ങനെ ഒരു മുഖം ഉയർത്തേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പിണറായി വിജയൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ഭൂരിപക്ഷം വാങ്ങിയ MP ആണ് ഞാൻ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അന്നല്ല, ഇപ്പം അടുത്തല്ലേ. ഞാനിപ്പോൾ വീണ്ടും മത്സരിച്ചപ്പം കിട്ടിയതല്ലേ പറയുന്നത്. ഞാൻ എവിടെ നിന്നാണ് വോട്ട് ഇത്രയും ഭൂരിപക്ഷം വാങ്ങിയത്? 1,22,000 വോട്ട് ഇല്ലല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് കോട്ടയല്ലേ. അങ്ങ് വിചാരിച്ചിരുന്നില്ല? ഇല്ല, ഇത്ര ഭൂരിപക്ഷമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ജയിക്കും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. അത് പ്രതീക്ഷിച്ചില്ല. കിട്ടിയെന്ന് മാത്രമല്ല, ആ കിട്ടിയതിൻ്റെ പിറകിലുള്ള ഛേദോവികാരം അത് ഓരോന്നോരോന്ന് അന്വേഷിച്ചറിയുമ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. ഇതിനു മുമ്പൊന്നും പറയാൻ കഴിയില്ല. ഒരുപാട് ബന്ധങ്ങൾ ആ ബന്ധങ്ങളെല്ലാം എനിക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് പ്രതികരിച്ചു. ജാതിയും മതവും ഒന്നും നോക്കാതെ, രാഷ്ട്രീയം ഒന്നും നോക്കാതെ. എന്തുകൊണ്ട്? ഇടതുപക്ഷക്കാരടക്കമാണ് പറയുന്നത് ഞാൻ. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെന്താ സംശയം കാര്യത്തിൽ? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPMലെ സാധാരണ പ്രവർത്തകന്മാർക്ക് പോലും പിണറായി വിജയനോട് കണ്ടുകൂടാ. പിണറായി വിജയനോട് അസഹിഷ്ണുതയാണ്. പ്രാദേശിക കമ്മിറ്റികളിൽ പലപ്പോഴും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുറത്തറിയാത്തത് കൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ നയത്തെ അവിടെ CPMൻ്റെ അകത്തുള്ള പ്രവർത്തകന്മാർ ഏറെയും ഇഷ്ടപ്പെടാത്തതാണ്. ആ ഇഷ്ടപ്പെടാത്ത പിണറായി വിജയനെ പിന്നെ എവിടെയാണ് ആളുകൾ സ്വീകരിക്കുക? ഓക്കെ. അപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് സധൈര്യം നീങ്ങുക. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.